ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 മാർച്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഏതൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക്. അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക്. രാജ്യത്ത് സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചത്. രാജ്യത്ത് സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചത്. എയർടെലാണ് രാജ്യത്ത് സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനങ്ങൾ ഒപ്പുവെക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചത്. ആരാണ്? എയർടെലാണ്. ആഗോള ഭീകരവാദ സൂചിക 2025 ആഗോള ഭീകരവാദ സൂചിക 2025 പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമേതാ? ആഗോള ഭീകരവാദ സൂചിക 2025 പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമാണ് ബുർക്കിന ഫാസോ. ബുർക്കിന ഫാസോ ആണ് ആഗോള ഭീകര സൂചിക 2025 പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2025 മാർച്ചിൽ പാകിസ്ഥാനിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ട്രെയിൻ ഏതാണ്? ജാഫർ എക്സ്പ്രസ് ആണ്. ജാഫർ എക്സ്പ്രസ് ആണ് 2025 മാർച്ചിൽ പാകിസ്ഥാനിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ട്രെയിൻ. പാകിസ്ഥാനിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ട്രെയിനാണ് ജാഫർ എക്സ്പ്രസ്. 2025 പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് വേദിയാണ് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. 2025 പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് വേദിയാണ് ന്യൂഡൽഹി. 2025 മൗറീഷ്യസിൻ്റെ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ ബഹുമതിക്ക് അർഹനായതാരാണ്? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിക്ക് അർഹനായ ബഹുമതി ഏതാണ്? മൗറീഷ്യസിൻ്റെ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ ബഹുമതിക്കാണ് നരേന്ദ്രമോദി അർഹനായത്. 2025 റാംസാർ അവാർഡിന് അർഹനായതാരാണ്? ജയശ്രീ വെങ്കടേശനാണ്. ജയശ്രീ വെങ്കടേശനാണ് 2025 റാംസാർ അവാർഡിന് അർഹനായത്. അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രൊജക്റ്റ് ഹിഫാസത്ത്. ഏത് സംസ്ഥാനമാണ് ആരംഭിച്ചത്? പഞ്ചാബ് ആരംഭിച്ച പദ്ധതിയാണ് ഇത് പ്രൊജക്റ്റ് ഹിഫാസത്ത്. പ്രൊജക്റ്റ് ഹിഫാസത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെയും കുട്ടികളെയും ശാക്തീകരിക്കുന്നതിനായിട്ടുള്ള പഞ്ചാബ് ആരംഭിച്ച പദ്ധതിയാണ്. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ലോക്സഭയിൽ അവതരിപ്പിച്ചതാരാണ്? അവതരിപ്പിച്ചത് എപ്പോഴാണ്? 2025 മാർച്ച് 11-നാണ്. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2025 മാർച്ച് 11-നാണ്. രാജ്യത്ത് സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചതാരാണ്? എയർടെലാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 57ാമത് മൗറീഷ്യസ് ദേശീയ ദിനാഘോഷം 2025 പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ്? INS ഇംഫാലാണ്. INS ഇംഫാലാണ് 57ാമത് മൗറീഷ്യസ് ദേശീയ ദിനാഘോഷം 2025 പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേന കപ്പൽ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുൻ ഫിലിപ്പീൻസ് പ്രസിഡന്റ് ആരാണ്? റോഡ്രിഗോ ആണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുൻ ഫിലിപ്പീൻസ് പ്രസിഡന്റാണ് റോഡ്രിഗോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജലാശയങ്ങളുടെ 500 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ജലാശയങ്ങളുടെ 500 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടക. ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തിയ 2025 ക്ഷീര സഹകാരി അവാർഡിന് അർഹനായതാരാണ്? JS സജു ആണ്. JS സജു ആണ് ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തിയ 2025 ക്ഷീര സഹകാരി അവാർഡിന് അർഹനായത്. ആരാണ്? JS സജു. മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? ന്യൂഡൽഹി. മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച ഇന്ത്യയിലെ പ്രദേശമാണ് ന്യൂഡൽഹി. 2025 മാർച്ചിൽ അന്തരിച്ച പാർലമെൻറ്റിൻ്റെ ഇംപീച്ച് നടപടികൾക്ക് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. ജസ്റ്റിസ് വി രാമസ്വാമിയാണ് 2025 മാർച്ചിൽ അന്തരിച്ച പാർലമെൻറ്റിൻ്റെ ഇംപീച്ച് നടപടികൾക്ക് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജ്. പ്രാദേശിക കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബാങ്ക് ഇന്തോനേഷ്യയുമായി ധാരണയിലെത്തിയ ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? RBI ആണ്. RBI ആണ് പ്രാദേശിക കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബാങ്ക് ഇന്തോനേഷ്യയുമായി ധാരണയിലെത്തിയ ഇന്ത്യൻ സ്ഥാപനമാണ് RBI. റെയിൽവേ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയതെന്നാണ്? 2025 മാർച്ച് 10. 2025 മാർച്ച് 10-നാണ് റെയിൽവേ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത്. മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യാ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യാ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ച സംസ്ഥാനമാണ് ത്രിപുര. പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി 2025 ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി 2025 ആരംഭിച്ച മന്ത്രാലയം. 2025-26 മണിപ്പൂർ ബഡ്ജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മലാ സീതാരാമനാണ്. നിർമ്മലാ സീതാരാമനാണ് 2025-26 മണിപ്പൂർ ബഡ്ജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. യമുന നദിയിലെ ക്രൂയിസ് ടൂറിസ്റ്റ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡൽഹി സർക്കാരുമായി കരാർ ഒപ്പുവെച്ച ഏജൻസി ഏതാണ്? ഉൾനാടൻ ജലപാത അതോറിറ്റിയാണ്. ഉൾനാടൻ ജലപാത അതോറിറ്റി ആണ് യമുന നദിയിലെ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡൽഹി സർക്കാരുമായി കരാർ ഒപ്പുവെച്ച ഏജൻസിയാണ് ഉൾനാടൻ ജലപാത അതോറിറ്റി. സാമ്പത്തിക അവലോകന രേഖ പ്രകാരം ഇന്ത്യയിൽ സ്ഥിര ശമ്പളം വാങ്ങുന്ന സ്ത്രീകളിൽ 1-ാം സ്ഥാനത്തെത്തിയത് ഏതാണ്? കേരളമാണ്. സാമ്പത്തിക അവലോകന രേഖാപ്രകാരം ഇന്ത്യയിൽ സ്ഥിര ശമ്പളം വാങ്ങുന്ന സ്ത്രീകളിൽ 1-ാം സ്ഥാനമെത്തിയത് കേരളമാണ്. 2025 മാർച്ചിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റർ ആരാണ്? സദ് ആബിദ് അലിയാണ്. സദ് ആബിദ് അലിയാണ് 2025 മാർച്ചിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റർ. അനധികൃത നുഴഞ്ഞുകയറ്റം നിരീക്ഷിക്കുന്നതിനും വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകുന്നതിനും കാലാവസ്ഥാ ഡാറ്റ ഉപയോഗിച്ച് കർഷകരെ പിന്തുണയ്ക്കുന്നതിനുമായി സ്വന്തം ഉപഗ്രഹം വിക്ഷേപിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ആസാമാണ്. അനധികൃത നുഴഞ്ഞുകയറ്റം നിരീക്ഷിക്കുന്നതിനും വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകുന്നതിനും കാലാവസ്ഥാ ഡാറ്റ ഉപയോഗിച്ച് കർഷകരെ പിന്തുണയ്ക്കുന്നതിനുമായി സ്വന്തം ഉപഗ്രഹം വിക്ഷേപിക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണ് ആസാം. ചന്ദ്രൻ്റെ പരിസ്ഥിതിയിൽ ഉയർന്ന ഇലക്ട്രോൺ സാന്ദ്രത കണിക്കുന്നതിനായി കണ്ടെത്തിയ ബഹിരാകാശ ഗവേഷണ സംഘടനയാണ് ഇത്? ISRO. ചന്ദ്രൻ്റെ പരിസ്ഥിതിയിൽ ഉയർന്ന ഇലക്ട്രോൺ സാന്ദ്രത കാണിക്കുന്നതായി കണ്ടെത്തിയ ബഹിരാകാശ ഗവേഷണ സംഘടനയാണ് ISRO. ചന്ദ്രൻ്റെ പരിസ്ഥിതിയിൽ ഉയർന്ന ഇലക്ട്രോൺ സാന്ദ്രത കാണിക്കുന്നതായി കണ്ടെത്തിയ ബഹിരാകാശ ഗവേഷണ സംഘടനയാണ് ISRO. 2025 പ്രസിദ്ധീകരിച്ച സിപ്രി റിപ്പോർട്ട് പ്രകാരം 2020-24 കാലയളവിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്തുള്ളത് ഏതാണ്? ഉക്രൈനാണ്. ഉക്രൈൻ എന്താണ്?
സിപ്രി റിപ്പോർട്ട് പ്രകാരം 2024 കാലയളവിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ഉക്രൈൻ. 2025 മാർച്ചിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായതാരാണ്? ജോയി മല്യ ബാഗ്ചി. ജോയി മല്യ ബാഗ്ചിയാണ് 2025 മാർച്ചിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായത്. 2025 മാർച്ചിൽ മധ്യപ്രദേശിൽ നിലവിൽ വന്ന കടുവാ സങ്കേതം ഏതാണ്? മാധവ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതമായ മാധവ് നാഷണൽ പാർക്കാണ് മധ്യപ്രദേശിൽ നിലവിൽ വന്ന കടുവാ സങ്കേതം. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പ്രൊജക്റ്റ് ഹിഫാസത്ത് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രൊജക്റ്റ് ഹിഫാസത്ത് പഞ്ചാബാണ് ആരംഭിച്ചത് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പിടികൂടാൻ വേണ്ടി എക്സൈസ് വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് ആണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പിടികൂടാൻ വേണ്ടി എക്സൈസ് വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ. ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം ധനസഹായം നൽകുന്നതിന് വേണ്ടി മഹിളാ സമൃദ്ധി യോജന എന്ന പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഡൽഹിയിലാണ് ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം ധനസഹായം നൽകുന്നതിന് വേണ്ടി മഹിളാ സമൃദ്ധി യോജന എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. ഗാന്ധിജിയുടെ കൊച്ചി സന്ദർശനത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 മാർച്ച് 8-ന് ആചരിച്ചത്? 100-ാം വാർഷികമാണ്. 100 വർഷമായി ഗാന്ധിജി കൊച്ചി സന്ദർശനം കഴിഞ്ഞിട്ട്. ഇന്ത്യയിലെ ആദ്യ റൂമാറ്റിക് ഫീവർ രഹിത ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റൂമാറ്റിക് ഫീവർ രഹിത ജില്ലയാണ് കോട്ടയം. നിർമ്മാണ മേഖലയിൽ രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച കമ്പനി ഏതാണ്?